തിയറി മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് കാര്യമില്ല. നമുക്ക് ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത് എന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ലൈവ് മാർക്കറ്റിൽ ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഇമോഷൻസ് അത് നമ്മൾ വളരെ തന്മയത്വത്തോടുകൂടി കൈകാര്യം ചെയ്യാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഡിസിപ്ലിനോട് കൂടി അപ്രോച്ച് ചെയ്യുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ട് നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഫ്രണ്ട്സ്, നമ്മളിന്ന് റെക്കോർഡ് ചെയ്യുന്നത് സ്കാൽപ്പിംഗ് എൻട്രി ടെക്നിക് 2.7. ഇതെന്താണ് കാണിച്ച് തന്നുകൊണ്ടിരിക്കുന്നത്? ഈ ഒരു ലെസൺ എന്ന് പറയുന്നത് ഇതൊരു ബൈ ചെയ്യാനോ അല്ലെങ്കിൽ സെൽ ചെയ്യാനോ ഉള്ള റെക്കമെൻഡേഷൻ അല്ല. വേറെ മാർക്കറ്റിൻ്റെ ഡൈനാമിക്സിൽ എങ്ങനെയാണ് ഞാൻ എൻട്രി എടുക്കുന്നത്, എന്തെല്ലാം ചിന്തകളാണ് എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നത് ആ സമയത്ത്. അപ്പോൾ ഇവിടെ വെച്ച് എക്സിറ്റ് ചെയ്യണം. സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഒരു ഹയസ്റ്റ് ഫോം ഓഫ് ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ്. അതിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പഠിച്ച് നമ്മൾ വളരെ ക്വിക്ക് ഡിസിഷൻ ഉള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് സോബി ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. ഫ്രണ്ട്സ്, നമ്മളൊരു ലൈവ് ട്രേഡ് ചെയ്യാണ്. ഈ ലൈവ് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന കോൺഫ്ലുവൻസസ് എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓൾറെഡി പൊസിഷൻ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കുറേ ട്രേഡ് ചെയ്തു, പക്ഷേ അതിനകത്തെല്ലാം നമുക്ക് 1-2 മിസ്റ്റേക്സ് പറ്റിപ്പോയി. അതുകൊണ്ട് ചെറുതായിട്ട് വേറൊരു ട്രേഡും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നോക്കുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി എടുത്തത്. ആക്ച്വലി ദിസ് ഈസ് എൻട്രി പോയിൻ്റ് ഇവിടെയായിരുന്നു. സോ ഇവിടെ വരെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ കോൺഫ്ലുവൻസസ് ഒക്കെ എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളത്. ഇപ്പം നമ്മൾ നോക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നിന്നാണ് ഒരു സെല്ലിങ് വന്നേക്കുന്നത് അല്ലേ, ഒരു മേജർ സെല്ലിങ്. അപ്പോൾ ഇവിടം വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി നടക്കുന്ന ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. ആക്ച്വലി ഇവിടം വരെയാണ് കണ്ടോ. അപ്പോൾ പ്രൈസ് പതുക്കെ കയറി അവിടം വരെ വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ട് താഴോട്ട് അതിൻ്റെ ജേർണി തുടങ്ങും, വീണ്ടും താഴോട്ട് വരാനാണെങ്കിൽ. അപ്പോൾ ഇതാണ് അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി എവിടെയാണ് എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ ഏരിയയിലേക്ക് പ്രൈസ് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. സോ ഇത് സ്കാൽപ്പിങ്ങിൻ്റെ വേറൊരു ടെക്നിക്കാണ്. ഫിക്സ്ഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ വി ക്യാൻ സീ ഇതുണ്ടോ, ഇവിടെ തൊട്ടല്ലേ, ഇവിടെ തൊട്ട് നോക്കിയാൽ മതി. ഇവിടെ തൊട്ടാണ് ഫോൾ വന്നേക്കുന്നത്, അൺമിറ്റിഗേറ്റഡ് ഏരിയ ഇതുണ്ടോ. ഇത് ഏകദേശം അവിടം വരെ എത്തി. അപ്പോൾ നമ്മൾ 400 ഒരൊറ്റ ക്യാൻഡിലും കൂടെ ഇതിന് മുകളിലോട്ട് ഇവിടെ ഒരു മിറ്റിഗേഷൻ സ്പേസ് കിടപ്പുണ്ട് കണ്ടോ, ഇവിടെ ഒരു മിറ്റിഗേഷൻ സ്പേസ് കിടപ്പുണ്ട്. സോ 454 90 അത് പോയില്ലല്ലോ. 454.75 വന്ന് സെല്ലർ നിന്ന് നിൽപ്പുണ്ട്. 454.35 അടുത്ത നമ്മളെ 454.90 ട്രേഡ് ആണ്, നമ്മുടെ പോയില്ല. അടുത്ത നമ്മളാന്ന് തോന്നുന്നു. എന്നാൽ ഒരു 10 പൈസ കുറച്ചിട്ട് കൊടുക്കാം. ട്രേഡ് നടന്നു, പക്ഷേ നമ്മുടെ ട്രേഡ് പോയില്ല. സോ ഈ മിറ്റിഗേഷൻ ഇവിടെ ഓൾറെഡി വന്ന് മിറ്റിഗേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ആക്ച്വലി എക്സിറ്റ് ചെയ്യേണ്ടതായിരുന്നു. 54.30 54 53.65 ഒരു രൂപയുടെ വ്യത്യാസമുള്ളൂ. 53 അടുത്ത നമ്മൾ പൊക്കോളായിരിക്കും. പോയി. സോ ഇതാണ് ആ ട്രേഡിൻ്റെ നമ്മൾ ഇവിടം തൊട്ട് സ്കാൽപ്പിങ്ങിന് ഇവിടം തൊട്ട് ഇവിടം വരെയും കയറി കറക്റ്റ്. ഈ ഒരു ഇംബാലൻസ് വരെയാണ് നമ്മളുടെ ട്രേഡിങ്ങിൻ്റെ ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു റേഞ്ച് വരച്ച് നോക്കുക. ആ ഒരു ഏരിയ വരെ കണ്ടോ, പ്രീമിയം റേഞ്ച്, ഏറ്റവും കൂടുതൽ വോളിയം ട്രേഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഏരിയ വരെ. ഇത് പ്രീമിയം റേഞ്ചാണ് കേട്ടോ. ഇത് ആക്ച്വലി വോളിയം ഇവിടം തൊട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ വോളിയം ട്രേഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇവിടെയായിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ മൊത്തം ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ആക്ച്വലി ഇത് ഒരു മിസ്റ്റേക്ക് പറ്റിയ ട്രേഡായിരുന്നു. ഞാൻ ആക്ച്വലി എടുക്കേണ്ട ട്രേഡ് അല്ലായിരുന്നു. അതിനുശേഷം ഇവിടെ ഒരു ക്രൂഡ് ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. അപ്പോൾ അങ്ങനെ രണ്ടും ചെറിയ മിസ്റ്റേക്ക്. അത് ഞാൻ സ്പെക്സ് യൂസ് ചെയ്തില്ല, അത് കാണാതെയൊക്കെ ട്രേഡ് ചെയ്തത്. അങ്ങനെ ഓൺ ദ വഴിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ട്രേഡ് ചെയ്തപ്പം പറ്റിപ്പോയതാണ്. ഇപ്പം ഇതൊരു സ്കാൽപ്പിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ആ ഒരു ലോസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ ടൈംസ് നോക്കി. അപ്പം ഇതാണ് ഇതിനകത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മളിവിടെ ഈ സ്കാൽപ്പിങ്ങിൻ്റെ സീരീസിൽ നമ്മൾ പഠിക്കുമ്പം സ്കാൽപ്പിംഗ് എങ്ങനെ ട്രേഡ് ചെയ്യാം, ഐ വിൽ ക്ലിയർ എവറിത്തിങ് വൺസ് അഗൈൻ ഐ വിൽ എക്സ്പ്ലെയിൻ. ഓക്കെ, ഇവിടെ ഇതും അങ്ങ് ക്ലിയർ ചെയ്യാം. സോ
പ്രൈസ് ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഓൾറൈറ്റ്. അപ്പോൾ അങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ 1 ക്യാൻഡിൽ, 2 ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ അതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ലൈനിൽ ഇവിടെ വെച്ച് ഏകദേശം എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 3 ക്യാൻഡിലിനകത്ത് 3 ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു തൊട്ട് മുകളിലായിട്ടാണ്, ബോട്ടം അല്ല, ബോട്ടം പ്രൈസ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് റിജക്ട് ചെയ്ത് പ്രൈസ് മുകളിലോട്ട് കയറാൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നെയാണ് നമ്മൾ എൻട്രിക്ക് വേണ്ടി നോക്കുന്നത്. സോ ഇവിടെയായിരുന്നു നമ്മളുടെ പോയിന്റ് ഓഫ് എൻട്രി എന്ന് പറയുന്നത്, അല്ലേ? ഇതായിരുന്നു നമ്മളുടെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്. സി, നമ്മളുടെ എക്സിറ്റ് പ്ലാൻ അനുസരിച്ച് ആക്ച്വലി നമ്മുടെ എക്സിറ്റ് പ്ലാൻ ഇവിടെയാണ് മിറ്റിഗേറ്റഡ് അൺമിറ്റിഗേറ്റഡ് ഏരിയ എന്ന് പറയുന്നത്. അവിടെ എന്താണെങ്കിലും പ്രൈസ് ടാപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ നമുക്ക് കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുള്ള ടാർഗറ്റ് വേണം. 10 പോയിൻറ്റ് 15 പോയിൻ്റ് അല്ലേ സ്കാൽപ്പിങ്ങിന് വേണ്ടുള്ളൂ ഈ നിഫ്റ്റിക്കകത്താണെങ്കിൽ. അപ്പോൾ ഇവിടെ എത്രയുണ്ട്? 35 പോയിൻ്റ് ഉണ്ട്. ആക്ച്വലി അങ്ങനെ നമ്മൾ നോക്കിയിരിക്കുമ്പം ഇവിടെ ടാർഗറ്റ് കാണുന്നുണ്ട്. സോ ഇങ്ങനെ ടാർഗറ്റ് ബിഗ് ക്യാൻഡിലാണെങ്കിൽ ഹയർ ദ പോസിബിലിറ്റി ദാറ്റ് ഈ ബിഗ് ക്യാൻഡിലിൻ്റെ ടോപ്പ് പോർഷൻ വരെയും പ്രൈസ് ഏകദേശം എത്താനുള്ള ചാൻസ് കൂടുതലുണ്ട്. ഓൾറൈറ്റ്. എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ വരുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞേക്കുന്ന കൺസെപ്റ്റ് പ്രകാരം എന്താണ്, ലിക്വിഡിറ്റിയുടെ കൺസെപ്റ്റ് പ്രകാരം എങ്ങനെയാണ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത് മറന്നുപോയോ? സോ മാർക്കറ്റിങ്ങിനെ ഗ്രീൻ ക്യാൻഡിൽ ഇങ്ങനെ പോവുകയാണെന്ന് വിചാരിച്ചു. ഇങ്ങനെ പോകുമ്പോഴത്തേനും ഇവിടെ സ്വീപ്സ് ഓഫ് ലിക്വിഡിറ്റി ആണെങ്കിൽ ഈ റണ്ണിനുള്ള, അതായത് ഈ പ്രോ ട്രെൻഡ് റണ്ണിനുള്ള ഫ്യൂവൽ ഓൾറെഡി ഗ്യാദർ ചെയ്തിട്ടാണ് ഈ ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നതെന്നാണ് ഈ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഇൻസൈഡ് ആക്ടിവിറ്റി പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മളുടെ സ്ട്രാറ്റജി പ്രകാരം മനസ്സിലാക്കുന്നത്. ഓൾറൈറ്റ്. ബിക്കോസ് നമ്മൾ എൻട്രി എടുക്കുമ്പോഴല്ല നമുക്ക് ഇങ്ങനെ വേണ്ടത്. അപ്പോൾ അതിനുശേഷം അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്യുന്നു ഇങ്ങനെ. അപ്പം അന്നേരം ഇവിടെ വന്നിരിക്കുകയാണ്, സ്വീപ്സ് ഓഫ് ലിക്വിഡിറ്റി നടത്തിയിട്ടാണ് പ്രൈസ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പിലുള്ള ഫ്യൂവൽ ഓൾറെഡി എടുത്തുകൊണ്ട് പോയി. നോ സിമിലർലി ഇവിടെ നമ്മൾ റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെന്ന് വിചാരിച്ചു. ഇങ്ങനെ റെഡ് ക്യാൻഡിൽ ഇങ്ങനെ ഫോം ചെയ്യുകയാണ്, ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു. അപ്പം ഇങ്ങനെ റെഡ് ക്യാൻഡിൽ വരുമ്പോഴത്തേനും ഇവിടെ നമുക്ക് ഇങ്ങനെ വിക്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഒന്ന് നമ്മൾ നോക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പ്രോ ട്രെൻഡ് റൺ ടു ദ ഡൗൺവേർഡ് സൈഡിലേക്കുള്ള ബെയറിഷ് ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബെയറിഷ് ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്വീപ്സ് ഓഫ് ലിക്വിഡിറ്റി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത്. റൈറ്റ്, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ സ്വീപ്സ് ഓഫ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പർട്ടിക്കുലർ ക്യാൻഡിലാണെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റി കഴിഞ്ഞു. വേറെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു വിക്സ് മാത്രമേ കാണുന്നുള്ളൂ. റൈറ്റ്. അടുത്ത ക്യാൻഡിൽ ഇതുപോലെ വന്ന് ഫോം ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇതുപോലെ മിറ്റിഗേറ്റ് ചെയ്തിട്ട് പോയിരിക്കുകയാണെങ്കിൽ ആ ഒരു പ്രോ ട്രെൻഡ് റണ്ണിന് വേണ്ടിയിട്ടുള്ള, പ്രോ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ മാർക്കറ്റ് ബുള്ളിഷിൽ നിൽക്കുന്നതാണ്. നമ്മളെ സംബന്ധിച്ച് വി ആർ ടോക്കിംഗ് അബൌട്ട് എൻട്രി പോയിന്റിലാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ പോയിന്റ് ഓഫ് എൻട്രിയുടെ ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് പോയിന്റ് ഓഫ് എൻട്രി വെച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് പ്രോ ട്രെൻഡ്. നമ്മുടെ ട്രെൻഡ് എന്താണ് വിത്ത് റെസ്പെക്ട് ടു ദ എൻട്രി പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോ ട്രെൻഡ് ആണെന്ന് തന്നെ നമ്മൾ കൂട്ടുക. ബിക്കോസ് എന്താണ്, പ്രോ ട്രെൻഡ് ബ്രോഡായിട്ട് നോക്കുമ്പോൾ മാർക്കറ്റ് ഏത് സൈഡിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അതിന് കറക്ഷണൽ മൂവിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ വീണ്ടും പ്രോ ട്രെൻഡിലേക്ക് തന്നെ പോകും എന്നുള്ളതാണ് കൺസെപ്റ്റ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എൻട്രി പോയിന്റിൽ വേണം ചിന്തിച്ചുകൊണ്ടിരിക്കാൻ. എൻട്രി എടുക്കുമ്പോൾ നമ്മൾ പ്രോ ട്രെൻഡ് ആണെന്ന് നമ്മൾ കൂട്ടുകയാണ്. നമ്മളെന്താണോ ചെയ്യുന്നത് അത് പ്രോ ട്രെൻഡ് ആണെന്ന് കൂട്ടുകയാണ്. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. നൗ ഇവിടെ വന്നു കഴിയുമ്പം ഈ ലിക്വിഡിറ്റി എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഇംബാലൻസ് ക്യാൻഡിലിൻ്റെ ഇവിടെ വരുമ്പം പ്രീവിയസ്ലി ഞാനൊരു ലൈവ് വീഡിയോയ്ക്കകത്ത് ഐ തിങ്ക് സ്കാൽപ്പിംഗ് എൻട്രി സീരീസ് ബിഗിനിങ് ഓഫ് ദ സീരീസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഞാനിവിടെ ഒരു സ്കാൽപ്പിംഗ് ലൈവ് കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് ഇതുപോലെ തന്നെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ബോഡി ഫോർമേഷൻ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും സപ്പോസ് ഇങ്ങനെ 3 ക്യാൻഡിൽ കയറി പോവുക. അപ്പം ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ബോട്ടം പോർഷനിൽ വരെ പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. റൈറ്റ്. അപ്പോൾ ഇങ്ങനെ പ്രൈസ് വളരെ കൂടുതലായിട്ട് അതിനുശേഷം പ്രൈസ് നേരെ മുകളിൽ നിന്ന്, ഇപ്പോൾ നമ്മൾ ഈ ക്യാൻഡിലിൻ്റെ മുകളിലാണ് എൻട്രി മാർക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇവിടെയാണ് നമ്മൾ എൻട്രി മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുകളിൽ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ താഴോട്ട് വന്നിട്ട് ഇവിടം വരെയും വന്ന് സ്വീപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പെട്ടെന്ന് വന്നിട്ട് കയറി പോവുകയും ചെയ്യും പ്രൈസ്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ഇതാണ് നമ്മൾ എടുക്കുന്നത്, എൻട്രിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പം ഇവിടെ നമ്മൾ അഡീഷണൽ കോൺഫ്ലുവൻസസ് എന്തൊക്കെയാണ് കാണുന്നത്? ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, സെക്കൻഡ് ടൈം, തേർഡ് ടൈം മാർക്കറ്റ് ഈസ് ഗെറ്റിംഗ് റെഡി ഫോർ എ പ്രോ ട്രെൻഡ് റൺ. റൈറ്റ്. വാട്ട് ഈസ് എ പ്രോ ട്രെൻഡ്? ബുള്ളിഷ് ഓർഡർ ഫ്ലോ. റൈറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഇറ്റ് ഈസ് ഗെറ്റിംഗ് റെഡി. ബിക്കോസ് മാർക്കറ്റ് ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് ബെയറിഷ് ക്യാൻഡിൽസ് കാണുമ്പം ഇതിങ്ങനെ വന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുമായിരിക്കും. മനസ്സിലായോ? പക്ഷേ ഒരിക്കലും മാർക്കറ്റ് ഇങ്ങനെ പോകത്തില്ല.
ഒരു സിംഗിൾ സ്ട്രെച്ചിന് ഇവിടുന്ന് കുറച്ചൊരു ഇത് വന്നു, ഒരു സെല്ലിങ് വന്നു. ഓക്കെ, അതിനുശേഷമുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് അതാണ് ലോ ഗ്രേറ്റ് ചെയ്യുന്നു, ഹൈ ഗ്രേറ്റ് ചെയ്യുന്നു, ലോ ഗ്രേറ്റ് ചെയ്യുന്നു, ഹൈ ഗ്രേറ്റ് ഈക്വലി അത് കംപ്ലീറ്റ് മിറ്റിഗേറ്റ് ചെയ്യുന്നു. പിന്നെയും ലോ ഗ്രേറ്റ് ചെയ്യുന്നു, ഈക്വലി മിറ്റിഗേറ്റ് ചെയ്യുന്നു, പിന്നെയും ലോ ഗ്രേറ്റ് ചെയ്യുന്നു, പിന്നെ ഈക്വലി മിറ്റിഗേറ്റ് ചെയ്യുന്നു. ഈ ഒരു ആക്ടിവിറ്റിയിലാണ് ഇപ്പോഴും സെല്ലിങ് നടക്കുന്നത്. അപ്പം സെല്ലിങ് നടക്കുമ്പം ഐ വിൽ സെൽ ഇൻ ടു ദ സെൽ സൈഡ് ലിക്വിഡിറ്റി, ദെൻ എവറിബഡി വിൽ പാർട്ടിസിപ്പേറ്റ് വിത്ത് മീ ഫോർ സെല്ലിങ്, അല്ലേ? ബാക്കിയുള്ളവരെല്ലാവരും എൻ്റെ ഒപ്പം കൂടും സെല് ചെയ്യാൻ വേണ്ടിയിട്ട്. ആസ് എ ഹെഡ്ജ് ഫണ്ട് മാനേജർ ഞാൻ എന്താണ് ചെയ്യുന്നത്? ഐ വിൽ ബി സെല്ലിങ് ഇൻ ടു ദ സെൽ സൈഡ് ലിക്വിഡിറ്റി. അപ്പോൾ പ്രൈസ് നേരെ താഴോട്ട് വരും. അപ്പം എവറിബഡി വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു ദ ട്രേഡ് വിത്ത് മീ. ദെൻ വാട്ട് ഐ വിൽ ഡു, ഐ വിൽ കം ബാക്ക് ഇൻ ദ സെൻസ്. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ സ്റ്റോപ്പ് ലോസ് മുഴുവനും ബൈ ഓർഡേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പം ഐ വിൽ സെൽ ഇൻ ടു ദ ബൈ സൈഡ് ലിക്വിഡിറ്റി. മനസ്സിലായി? ബൈ സൈഡ് ഇതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കണ്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അതിനകത്തൊരു എഡ്ജ് കിട്ടുന്നത്, എവിടെയാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്. ഇപ്പം ഈ ഒരു കേസിലാണെങ്കിൽ പോലും 1 ക്യാൻഡിൽ, 2 ക്യാൻഡിൽ, 3 ക്യാൻഡിൽ ഇവിടെ ഈ പർട്ടിക്കുലർ ഏരിയയിലെ പ്രൈസിൻ്റെ ആക്ടിവിറ്റി പ്രകാരം എന്ത് സംഭവിച്ചു? ഇവിടെ നോക്കി, മിറ്റിഗേറ്റ് ചെയ്തു. അവിടെ ഒരു ടാർഗറ്റും ഇല്ല, ഒന്നുമില്ല. അറ്റ്ലീസ്റ്റ് ഇംബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പറയാൻ പറ്റും. സോ നമ്മൾ ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ കവർ ചെയ്ത് താഴെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നെങ്കിൽ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിപ്പോൾ 3 ക്യാൻഡിലാണ് വന്നിട്ടിരിക്കുന്നത്, ഇതിന് മിറ്റിഗേഷൻ വന്നിരിക്കുന്നു. അപ്പം ബൈ സൈഡിലേക്ക് ലോങ് ടാർഗറ്റിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണമെങ്കിൽ സർട്ടൻ ഫീച്ചേഴ്സ് നമുക്ക് മാർക്കറ്റ് കൃത്യമായിട്ട് കാണിച്ചിരിക്കണം. ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ ഏത് വീഡിയോ ആണത്? ഈ പർട്ടിക്കുലർ വീഡിയോ സ്കാൽപ്പിംഗ് എൻട്രി ടെക്നിക് 2.2 ഇതിനകത്ത് ഒരു കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, ഈ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത കൺസെപ്റ്റ് പ്രകാരം നമുക്ക് ലോങ് ടാർഗറ്റിലേക്കുള്ള ടാർഗറ്റ് വേണമെങ്കിൽ ബൈയിങ് സൈഡിനകത്ത് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് കണ്ടിരിക്കണം. ഒരു ഫ്ലിപ്പ് സോൺ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഒരു ലിക്വിഡിറ്റി ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യണം. ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ലിക്വിഡിറ്റി പോയിന്റ് ക്രിയേറ്റ് ചെയ്യണം. ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യണം ഇൻ ദ ഫോം ഓഫ് വി ഷേപ്ഡ് റിയാക്ഷൻ. അതിനുശേഷം എന്ത് പറ്റണം? പ്രൈസ് നേരെ ഇവിടെ ഇൻറ്റേർണൽ ഈ ഒരു വി ഷേപ്ഡ് റിയാക്ഷനകത്ത് ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം, അല്ലേ? അപ്പം ആ സ്ട്രക്ചർ പിന്നെയും വി ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണം. സോ എഗെയിൻ ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് എ വി ഷേപ്പ്, അല്ലേ? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു വി ഷേപ്പ് ഓൾറൈറ്റ്, ഇവിടെ നോക്കുമ്പോഴത്തേനും പിന്നെയും ഒരു വി ഷേപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, റൈറ്റ്? വി ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടുത്തെ ലിക്വിഡിറ്റി മാർക്കറ്റ് ക്ലിയർ ഔട്ട് ചെയ്യണം. സോ ക്ലിയർ ഔട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്യണം? ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈനലി ഇറ്റ് ഹാസ് ടു കം ബാക്ക്. ദെൻ മാർക്കറ്റ് ഈസ് റെഡി ഫോർ എ പ്രോ ട്രെൻഡ് റൺ. ബിഫോർ ദാറ്റ് ഓൾസോ അതിന് മുകളിലാണെങ്കിലും സംഭവിക്കാൻ പറ്റും. പക്ഷേ നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പം ലൈവ് മാർക്കറ്റിൽ ഇത് ലൈവാണ് ഇന്ന് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടോ മാർക്കറ്റ് ഓപ്പൺ NSE നിഫ്റ്റി. അപ്പം ഇവിടെ എന്താണ് ടൈമിൻ 2:05 PM, റൈറ്റ്? അപ്പം ഇവിടുത്തെ ആ ഒരു ലിക്വിഡിറ്റി കണ്ടോ ക്ലിയർ ഓഫ് ചെയ്ത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന രീതിയിൽ നമ്മൾ നോക്കുമ്പം ഏറ്റവും കൂടുതൽ ഇവിടെ നമ്മൾ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പം ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്ന ഏരിയ ഇത്, ഏറ്റവും കുറവ് ഏരിയയിൽ ഇതാണ്. അവിടുത്തെ പ്രൈസിൻ്റെ ആക്ഷൻ കണ്ടോ? അപ്പം പെട്ടെന്ന് അങ്ങോട്ട് ഇതുപോലത്തെ ബിഗ് ക്യാൻഡിൽസ് അങ്ങോട്ട് കയറി വന്ന് ഫോം ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പക്ഷേ നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് ആയത് നന്നായില്ലേ? ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് ആയത് നന്നായില്ലേ? ബിക്കോസ് നമ്മൾ എക്സിറ്റ് ആയത് നന്നായില്ലേ? ഇപ്പം നമ്മൾ ഇതിനകത്ത് നമ്മളിത് നോക്കുകയാണെങ്കിൽ ആ ഒരു നമ്മൾ എത്രയ്ക്കാണ് 300 എവിടെ പോയി? ഇത് 464 444 ബൈ ചെയ്ത് 464 ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നോ പ്രോബ്ലം, നമുക്കുള്ളത് നമുക്ക് കിട്ടി, നോ പ്രോബ്ലം. മനസ്സിലായോ? ബിക്കോസ് നമ്മൾ ഒത്തിരി അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ 4 ക്യാൻഡിൽ അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും, നമ്മൾ ആപ്പാടെ എന്നാ പറയുന്നത് പെർപ്ലക്സ്ഡ് ആയി പോകും. അതായത് നമ്മളൊരു മലയാളത്തിൽ എന്താ അതിന് പറയുന്നത്, വിഷണ്ണനായി പോകുമെന്നൊക്കെ പറയില്ലേ? വിഷണ്ണനായി ഞാൻ നോക്കിയിരുന്നു എന്നൊക്കെ പറഞ്ഞ് പാട്ട് കേട്ടില്ലേ എന്ന് പറഞ്ഞാൽ തന്നെ. അതായത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. യു ഷുഡ് ഹാവ് എ പ്ലാൻ. ഓക്കെ, യു ഷുഡ് ഹാവ് എ പ്ലാൻ. ദെൻ വാട്ട് യു ഹാവ് ടു ഡു? സ്റ്റിക്ക് ഓൺ ദ പ്ലാൻ. എന്ത് സംഭവിച്ചാലും അതായിരിക്കണം നമ്മളുടെ. ഞാനിവിടെ വന്നപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് എക്സിറ്റ് ചെയ്തേക്കുന്നത്? വി നോ ദാറ്റ് ഇറ്റ് വിൽ കം ബാക്ക് ആൻഡ് ടേക്ക് ദിസ്, നോ പ്രോബ്ലം. പക്ഷേ ഇവിടെ പ്രോ ട്രെൻഡ് റൺ തിരിച്ച് മാർക്കറ്റ് പോകണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ഷോ ഇവിടെ ഒരു ഇത് വന്നു, ഒരു സോൺ ക്രിയേറ്റ് ചെയ്തു, ഫ്ലിപ്പ് സോൺ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുവാണ്. അപ്പം വീണ്ടും നമുക്ക് ബൈ ചെയ്യാൻ പറ്റും ഒന്നും കൂടെ. ഓക്കെ, സോ ഇവിടെ ഇതിൻ്റെ സിറ്റുവേഷൻ എന്താണ്? ലിക്വിഡിറ്റി ഈസ് ക്രിയേറ്റഡ്, ലിക്വിഡിറ്റി ഈസ് ടേക്കൺ, വി ഷേപ്ഡ് റിയാക്ഷൻ, പ്രൈസ് പുൾഡ് ബാക്ക്. സോ ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോഴാണ് ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ബോട്ടം ഓർ ദിസ് ഏരിയ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ച് എൻട്രി ക്വാളിഫിക്കേഷൻ വരുന്നത് എന്ന് പറയുന്നത്. സോ അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ഒരു എൻട്രിയും കൂടെ എടുത്ത് കാണിക്കാം. സോ
ഇവിടെ ഇപ്പം അതിൻ്റെ പ്രീമിയം എത്രയാണ് നിൽക്കുന്നത്? 449. സോ ഇവിടെ നമ്മൾ നോക്കാം, 443, ഒരു 10 അവിടെ കിടക്കട്ടെ. ഓക്കെ, 441 നമ്മൾ മേടിച്ച വിലയിൽ തന്നെ വന്നു. സോ എക്സാക്ട്ലി ആ എൻട്രി ടെക്നിക്ക് പ്രകാരം നമ്മളുടെ ഈ ഒരു ലിക്വിഡിറ്റി ക്ലിയർ ഓഫ് ചെയ്ത് കളയണം മാർക്കറ്റ്. അവിടെയാണ് നമ്മളുടെ എൻട്രി ക്വാളിഫിക്കേഷൻ കറക്റ്റായിട്ട് വരുന്നത്. ഓൾ റൈറ്റ്. സോ നമ്മളിനി നമുക്ക് നോക്കാം, കിട്ടുമോ എൻട്രി കിട്ടുമോ ഇല്ല നമുക്ക് നോക്കാം. സോ ഏകദേശം പ്രൈസ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ക്വാണ്ടിറ്റി തീരെ കുറവാണ്. സോ അതുകൊണ്ട് ഇതാണ് റാൻഡം മൂവ്മെൻറ്റ് അപ്പ് ആൻഡ് ഡൗൺ ഇതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. സോ ഫ്ലിപ്സോൺ ചിലപ്പോൾ ഫെയിൽ ആകാൻ ചാൻസ് ഉണ്ട് ഇവിടെ. സോ എക്സാക്ട്ലി ആ ഫ്ലിപ്സോണെ വന്ന് ടച്ച് ചെയ്ത് ഇനി ആക്ച്വലി ഇതാണ് ഇതിൻ്റെ ലെവൽ എന്ന് പറയുന്നത്, ഈ ക്യാൻഡിൽ. ബിക്കോസ് ഈ ക്യാൻഡിലല്ലേ അതിൻ്റെ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലിപ്സോൺ ഫെയിൽ ആയി കഴിഞ്ഞാൽ വി വിൽ സ്റ്റാർട്ട് ലുക്കിംഗ് അഗെയിൻ സെയിം പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റഡ്ലി നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറാണ് ഫ്ലിപ്സോണിൻ്റെ ഇതിൽ വരുന്നത്. നമ്മൾ 440 മേടിച്ചതിൻ്റെ പ്രീമിയം ഇപ്പോൾ കണ്ടോ 431. കുറച്ച് മുമ്പേ എത്രയായിരുന്നു അതിന് മുമ്പ്. അപ്പം നമ്മളത് ആ പ്രോപ്പർ ടൈമിൽ ആ ഒരു കണ്ടക്സ്റ്റോട് കൂടി എക്സിറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് മാർക്കറ്റ് പിടിച്ച് നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഹാവിങ് ആൻ അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ ഈസ് വെരി ബാഡ്. മനസ്സിലായി? ബിക്കോസ് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു കണ്ടക്ച്വൽ റെഫറൻസ് ഇല്ല, നമ്മളെന്താണ് ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ല. അതാണ് അതിനകത്തെ കാര്യം. അപ്പോൾ ഇവിടെ ഫ്ലിപ്സോൺ ഇത് നിൽക്കുന്നു. സോ ഇവിടെ എന്താണ് പറ്റിയേക്കുന്നത്? സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ കാണാം, റൈറ്റ്? ഇവിടെയും സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ സെക്കൻഡിലേക്ക് സ്വീപ്പ് ചെയ്യുമ്പം ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ്. സോ നമുക്കത് ഫെയിൽ ആവുമോ ഹോൾഡ് ചെയ്യുമോ ഇല്ലയോ നമുക്ക് നോക്കാം. അപ്പോൾ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോയുടെ ബോട്ടം പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ലോട്ട് ഓഫ് ലിക്വിഡിറ്റി ഈസ് ക്രിയേറ്റഡ്. അണ്ടർസ്റ്റാൻഡ്? സോ വാട്ട് ഈസ് ലിക്വിഡിറ്റി? ലിക്വിഡിറ്റി ഈസ് മണി. ഇഫ് യു കനോട്ട് ഐഡൻറ്റിഫൈ മണി, യു ആർ ദ മണി. അണ്ടർസ്റ്റുഡ്? ശരിയല്ലേ? നമുക്ക് ലിക്വിഡിറ്റി മനസ്സിലായി. ലിക്വിഡിറ്റി ഈസ് മണി അല്ലേ? ലിക്വിഡിറ്റി മണിയാണ്. അങ്ങനെ മണി ലിക്വിഡിറ്റി സോൺ ഫെയിലായി. സോ 427 പോയി. So liquidity is money, and if you cannot understand money, what is money, what is liquidity, then you are the money. Understood? സിമ്പിളാണ്. അപ്പം അങ്ങനെ നമ്മൾ നോക്കി ഇത് ട്രേഡിങ് അതിൻ്റെ പ്രോസസ്സിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് നമ്മൾ നോക്കുക. സോ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇവിടെ എവിടെയെങ്കിലും ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? 3 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യട്ടെ, അതിനുശേഷം നമുക്ക് നോക്കാം. അപ്പം വളരെ ശ്രദ്ധാപൂർവം കെയർഫുള്ളായിട്ടിരുന്ന് അനലൈസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ബേസിക്കലി നമ്മൾ പഠിച്ച എന്താണ്? എൻട്രി പഠിച്ചു, റൈറ്റ്? മറന്നു പോകാതെ എഴുതി വെച്ചോണം. ഇതെല്ലാം എഴുതി പഠിക്കണം, ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക. ഞാനിങ്ങനെയൊക്കെയാണ് പഠിച്ചത്. ഓക്കെ, അപ്പം എന്താണ് നമ്മളിന്ന് പഠിച്ചത്? നമ്മളിന്ന് പഠിച്ചത് ഒന്ന്, ഫിക്സ്ഡ് എൻട്രി വരികയാണെങ്കിൽ നമുക്ക് എടുക്കുകയും ചെയ്യാം. ഫിക്സ്ഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ ടു ടാർജറ്റ് അല്ലേ? ടാർജറ്റ് കണ്ടുപിടിച്ചിട്ട് വേണം എൻട്രിയിലേക്ക് ഇത് നോക്കാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തേത് ലിക്വിഡിറ്റി സ്വീപ്പ് നടക്കുമ്പോഴാണ് എൻട്രി ക്വാളിഫിക്കേഷൻ എൻട്രി. സോ ഫിക്സ്ഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ പഠിച്ചു. ഏത് പോയിന്റിൽ നിന്നാണ് ലൈവ് മാർക്കറ്റിൽ സെല്ലിങ് വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നുകൂടെ കാണിക്കാം. ഇപ്പോൾ ഇവിടെ നിന്ന് ഇവിടെയായിരുന്നു നമ്മൾ എൻട്രി എടുത്ത സമയത്ത്, ഇവിടെ വെച്ചിട്ട് നമ്മൾ എൻട്രി എടുക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ എക്സ്പെക്റ്റേഷൻ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഏത് പോയിന്റിൽ നിന്ന് ഏത് പോയിന്റ് വരെയാണ് എൻട്രി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ വോളിയം നടന്നിരിക്കുന്നത് ഈ ഏരിയയിൽ നിന്നാണ് അല്ലേ? ഈ ബ്ലാക്ക് ലൈൻ്റെ ഏരിയയിൽ നിന്നാണ്. സോ വി വിൽ ഡ്രോ എ ലൈൻ, റൈറ്റ്? നമുക്കിവിടെ ഇത് കിട്ടി, വോൾ ടച്ച് ലൈൻ. നോ, ഇനി എന്ത് സംഭവിക്കുന്നു? ഇനി പ്രൈസ് ഇപ്പം നമ്മളുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്വീപ്സ് ഓൺ ഫ്ലിപ്പ് സ്വീപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ഫ്ലിപ്സ് ഓൺ സ്വീപ്പ്, റൈറ്റ്?
ഫ്ലിപ്സോൺ സ്വീപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്ലിപ്സോൺ സ്വീപ്പിന് പകരം എൻ്റയർലി പുതിയൊരു സ്വീപ്പ് ആയിപ്പോയി. അപ്പം വി വിൽ വെയിറ്റ് ഫോർ അനദർ ഫ്ലിപ്സോൺ ക്രിയേഷൻ. നൗ ഇത് എൻട്രി ക്വാളിഫിക്കേഷൻ നമ്മൾ ലീവ് ചെയ്യുന്നു. ഓക്കെ, നൗ സെക്കൻഡ് തിങ് എന്താണ്, ഇവിടെ നമ്മൾ നോക്കുന്നത് ടാർഗറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കുകയാണ്. ഇപ്പോൾ ഈ കേസിൽ ഇവിടെ ഒരു ടാർഗറ്റ് ഫോം ചെയ്യുന്നുണ്ട്, ലെറ്റ് ഇറ്റ് ബി. അപ്പോൾ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ലോ ഇവിടെ സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതിനുശേഷം ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പം മീൻസ് ഇവിടെ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ലോയോ എന്തെങ്കിലും ബ്രേക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ ഇത് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഒരു സോൺ എന്ന് പറയുന്നത് അല്ലേ. ഈ സോൺ എന്ന് പറയുന്നത് അത് നമ്മൾ സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ എക്സ്ട്രീം കേസിൽ ഇത് പോവുള്ളൂ. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേന് ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. 1 2 3 ക്യാൻഡിൽ ഇവിടെ വന്നു. 1 3 4 ആയി. അപ്പോൾ ഇത് സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മളുടെ സെല്ലിംഗ് സൈഡ് ഇപ്പോൾ എത്ര പോയിൻ്റ് ആയി, 239.77 പോയിൻ്റ് ഇതും. ഓക്കെ, വരട്ടെ. സോ ഇത് സ്വീപ്പ് ചെയ്യാനാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് തോന്നുന്നു. സോ ഇതാണ് നമ്മുടെ ലൈൻ. ഓക്കെ, ഇതവിടെ നിൽക്കട്ടെ. സോ 397 ഒരു ബൈ കിട്ടിയില്ല. കിട്ടി. അപ്പോൾ 397 നമ്മളുടെ ബൈ കിട്ടി. അപ്പോൾ നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് എക്സാക്ട്ലി ഇവിടെ വെച്ചായിരുന്നു നമ്മുടെ എൻട്രി അല്ലേ, ഫ്ലിപ്സോൺ ക്രിയേഷൻ. സോ 397 നമുക്ക് കിട്ടിയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ വന്നിട്ട് 400 ആയി. അപ്പോൾ ഇനി നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എവിടെയാണ്, ഇവിടെയാണ്, റൈറ്റ്. സോ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഫിബ് പ്ലോട്ട് ചെയ്ത് നോക്കുക. ഈ വന്നിരിക്കുന്ന വരവിന് ഏറ്റവും കൂടുതൽ വോളിയം നടന്നിരിക്കുന്നത് ഇവിടെയാണ്. കണ്ടോ, ഇവിടെ ഒന്നും വോളിയം നടന്നിട്ടില്ല, ചുമ്മാ പ്രൈസ് താഴോട്ട് വരുന്നത്, അതായത് പറ്റിപ്പ് കേസാണെന്ന് പറയും നമ്മളിവിടെ. ഓക്കെ, ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫിക്സ്ഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ നമ്മളിവിടെ നോക്കുമ്പോൾ നോക്കിയാണോ, ഇവിടെ തൊട്ട് ഇവിടം വരെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വോളിയം ഏറ്റവും കൂടുതൽ വോളിയം നടന്നിരിക്കുന്നത് ഇവിടെയാണ്. സോ ഇമ്മീഡിയറ്റ്ലി പ്രൈസ് വന്ന് റിജക്റ്റ് ചെയ്തിട്ട് തിരിച്ച് പോരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇവിടെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ ഈ ഫ്ലിപ്സോണിൻ്റെ ഇവിടെയാണ്, ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വോളിയം നടന്നിരിക്കുന്നത് അല്ലേ. പ്രൈസ് അങ്ങോട്ട് വരും, ബിക്കോസ് അവിടെ വോളിയം നടന്നിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ലോസസ് അവിടെ ഓട്ടോമാറ്റിക്കലി പ്ലേസ് ചെയ്യപ്പെടും. മനസ്സിലായോ, അതാണ് നേരത്തെ കാര്യം. അപ്പോൾ ഇവിടെ സോ 404 408 ആയി. സോ നമ്മുടെ ഏരിയയിലേക്ക് പെട്ടെന്ന് പ്രൈസ് വരുമ്പോഴത്തേനും നമുക്ക് എക്സിറ്റ് ചെയ്യാം. സോ നമുക്ക് 412.90. സോ 412.90 നമുക്ക് കിട്ടാം. എൻട്രി ഇട്ട് വെച്ചേക്കാം. ഓക്കെ, സോ നോക്കട്ടെ. 409 410 സെല്ലർ വരുന്നുണ്ട്. 410 408 407 ഇവിടെ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. 409 സോ ഒറ്റ ക്യാൻഡിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആ ഇംബാലൻസും ഫിൽ ഔട്ട് ചെയ്യാൻ മാർക്കറ്റിന് നമ്മുടെ ഓർഡറും സെൽ ഓഫ് ചെയ്ത് കഴിഞ്ഞ് പോകാൻ പറ്റും. 403 പോയി. പിന്നെ ബാങ്ക് സെല്ലിങ്, അതാണ് ഒരു നിഫ്റ്റിക്ക് ഒരു ബലം കിട്ടാത്തതിൻ്റെ കാര്യം. ബാങ്ക് ഒരു ചെറുനേരം സെല്ലിങ് ഒന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കയറിപ്പോക്കോളും.
ഒരു ഇത് വരുന്നില്ലല്ലോ, ഒരു ഇത് വരും 405, 408, 407 മുമ്പേ വന്നായിരുന്നു, 409, 408 ഒറ്റ ക്യാൻസൽ കയറട്ടെ. 408 ലേലം വിളിക്കുന്ന പോലെ 409, 410 പോയി എക്സിറ്റ്. നമ്മുടെ ഓർഡർ എക്സിക്യൂട്ടായി. സോ നമ്മുടെ ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എക്സിറ്റ് ചെയ്തേക്കുന്ന ഓർഡറിൻ്റെ ഹിസ്റ്ററി ഞാൻ കാണിച്ചു തരാം. ഓർഡർ ഹിസ്റ്ററി ഉണ്ടോ, ഇത് മുഴുവനും 397, 412 ഈ 0.9 എന്ന് പറയുന്നത് നമ്മളെ ഇത് കൊടുക്കുന്ന NSE ചാർജും കാര്യങ്ങളൊക്കെ. സിമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, തമാശയായിട്ട് കൂട്ടിയാൽ മതി. ഇതൊക്കെ നമ്മളുടെ ട്രേഡിംഗ് സീക്രട്സിൻ്റെ ആശാൻ്റെ നമ്പറുകളാണ് കൂട്ടിയാൽ മതി. ഓക്കെ, എനിവേ നൗ ഇതാണ് നമ്മളുടെ ട്രേഡിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള സംഭവം. ഇറ്റ്സ് എ ലൈവ് മാർക്കറ്റ് ആൻഡ് വി ആർ ട്രേഡിംഗ് ഓൺ ലൈവ്. ആൻഡ് വാട്ട് ആർ വി ഡൂയിങ്? വി ആർ ഡൂയിങ് സ്കാൽപ്പിംഗ്. ആണോ, അവിടെ വന്ന് മാർക്കറ്റ് ടച്ച് ചെയ്തതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ഔട്ട്. വി ആർ ഔട്ട്. കഴിഞ്ഞ കാര്യം മനസ്സിലായോ? നമ്മളിവിടെ അധികം നമ്മൾ അനലൈസിസും അതും ഇതും എല്ലാം ചെയ്ത് നമുക്ക് തന്നെ അറിയത്തില്ല എന്താണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ ഇതുപോലെയൊക്കെ നിങ്ങളെല്ലാവരും ട്രേഡ് ചെയ്യുന്ന പോലത്തെ ട്രേഡിങ് ഞാനും ഇതെല്ലാം കടന്നാണ് വന്നിരിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ എനിക്കറിയാം നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണ്, എവിടെയാണ് അത് റെക്ടിഫൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിനെ കാണേണ്ടത് എന്നുള്ളത്. ഈ വീഡിയോ മുഴുവൻ കേട്ടവർക്ക് സംബന്ധിച്ച് നിങ്ങൾക്ക് ഇതൊരു വേസ്റ്റ് ഓഫ് ടൈം അല്ല. അതേസമയം വീഡിയോയുടെ പകുതിയും കേട്ടു, ഇൻട്രൊഡക്ഷനും കേൾക്കില്ല, എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകില്ല. അങ്ങനെ നമുക്കൊരു ക്ഷമ പോലും ഇല്ലാതെ മാർക്കറ്റിൽ വന്നിരുന്ന വെച്ചാൽ ഒരു വീഡിയോ പോലും പ്രോപ്പറായിട്ട് കണ്ടു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ യു കനോട്ട് ട്രേഡ്. യു ആർ നോട്ട് ഫിറ്റ് ഫോർ ദിസ് ജോബ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മളൊരു കാര്യം കേൾക്കുവാണ്, ഒരു പുസ്തകം വായിക്കുവാണ്, മുഴുവനും വായിക്കുക. ഒരു കാര്യം കേൾക്കുവാണ്, മുഴുവനും കേൾക്കുക. ഒരു കാര്യം പറയുമ്പം അതിനകത്ത് എന്ത് ലോജിക്കാണുള്ളതെന്ന് നോക്കുക. എപ്പോഴും ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുക, വൈ ദ പ്രൈസ് ഈസ് ഹിയർ, വാട്ട് ഈസ് റീസൺ. ഇതിനകത്ത് എന്തെങ്കിലും ഒരു ലോജിക്കുമായിട്ട് നമ്മുടെ ലൈഫുമായിട്ട് ഈ ട്രേഡിങ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ലൈഫിൻ്റെ സ്ട്രക്ചർ പോലെ തന്നെ മാർക്കറ്റ് സ്ട്രക്ചറും ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലായോ? അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ ഞാൻ ഇരുന്നുകൊണ്ട് ചുമ്മാ വാച പിടിക്കുകയല്ല. ഐ എം ടെലിങ് യു ദ ട്രൂത്ത്. എങ്ങനെയാണ് മാർക്കറ്റിൽ കാണേണ്ടത്. വോളിയം വരുമ്പോഴത്തേന് ആ തിരിച്ചു വരുന്ന വോളിയത്തിൻ്റെ അങ്ങോട്ട് തന്നെ മിറ്റിഗേഷന് വേണ്ടിയിട്ട് കയറി വന്ന് ടാപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ യു പ്ലേസ് യുവർ ഓർഡർ ആൻഡ് ഗെറ്റ് ഔട്ട് ഓഫ് ദ മാർക്കറ്റ്. സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വിക്ക് ഡിസിഷൻ എടുക്കുന്ന തീരുമാനങ്ങളാണ്. ബട്ട് യുവർ എൻട്രി ഷുഡ് ബി പ്രോപ്പർ. ഇപ്പോൾ ഞാനിപ്പോൾ 2 എൻട്രി ഞാൻ കാണിച്ചു തന്നു. ഒരെണ്ണം ഇച്ചിനേരം പാട് പിടിപ്പിച്ച് വെച്ച് ടാർഗറ്റ് കിട്ടി അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വളരെ പേഷ്യൻസോടുകൂടി ക്ഷമയോടുകൂടി നമ്മൾ മാർക്കറ്റിൻ്റെ ഒപ്പം നീങ്ങുന്ന പ്രോസസ്സിനെയാണ് മെക്കാനിക്കൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് സ്ട്രാറ്റജി, ഇറ്റ് ഈസ് ബിൽഡിംഗ് എന്താണ്, നിങ്ങൾ ഓരോരുത്തരും ബിൽഡപ്പ് ചെയ്യേണ്ട ഒരു ക്വാളിറ്റിയാണ്. എന്ത് ക്വാളിറ്റിയാണ്? മാർക്കറ്റിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ് വരുന്നത്. 260ഓളം വീഡിയോസ് ഇവിടെ ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 260 മുകളിലുള്ള വീഡിയോ ആയി. അപ്പോൾ 250-60ഓളം വീഡിയോസ്. എന്തിനാണ് ഇത്രയും പാടുപെട്ട് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് മുഴുവനും കാണണം. സമയം എടുത്ത് നമ്മൾ നോട്ടുണ്ടാക്കി മുഴുവനും കാണണം, മനസ്സിലായോ? നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് ലോകം മുഴുവൻ ചുറ്റി നടന്നു. ഓക്കെ, നമ്മൾ ആ വീഡിയോ എല്ലാം ഇവിടെ ഇരുന്നത് കണ്ടുകൊണ്ടിരിക്കുക. നമുക്ക് ആ ഒരു എന്താ പറയുന്നത്, ഒരു മൊത്തത്തിൽ ലോകം എങ്ങനെ കിടക്കുന്നതെന്നൊരു ഫീല് കിട്ടും അല്ലേ. പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങുമ്പം യു അണ്ടർസ്റ്റാൻഡ് ദ നരേറ്റീവ് അല്ലേ. ആ ഒരു ഫീലിംഗ് നമുക്ക് വരാൻ തുടങ്ങും, മനസ്സിലായോ? സ്വന്തമായിട്ട് നമ്മൾ യാത്ര തുടങ്ങുമ്പം. അപ്പോൾ ആ യാത്ര പോലെ തന്നെ അനേകം രാജ്യങ്ങളുടെ ഇത് നമ്മൾ സന്തോഷ് സാറ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്ന പോലെ തന്നെ നമ്മളിവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്, മാർക്കറ്റിൻ്റെ ഡൈനമിക്സ്, മാർക്കറ്റിൻ്റെ ഡീകോഡിങ്, എങ്ങനെയൊക്കെയാണ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ പ്രൈസ് ആക്ഷൻ എന്താണ്, എല്ലാം വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ഈ കവർ ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോകളെല്ലാം 1 വട്ടം 2 വട്ടം 3 വട്ടം കാണുക. കണ്ടതിന് ശേഷം ഈവൻ ഫോർ എ സ്മോൾ സ്കാൽപ്പിംഗ് ടെക്നിക്ക് നമ്മൾ ഇതിനകത്തോട്ട് വരുമ്പോഴത്തേനും യു ഹാവ് എ ക്ലിയർ പിക്ചർ വാട്ട് ദ പ്രൈസ് ഈസ് ഗോയിങ് ടു ഡു, മനസ്സിലായോ? അപ്പോൾ നമ്മൾ അതിനെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും മൊത്തത്തിൽ ആപ്ലിക്കബിൾ ആയി വരുന്നു എന്ന് വരില്ല. പക്ഷേ അതൊരു നമ്മുടെ ഒരു ഫൗണ്ടേഷനാണ്, മനസ്സിലായി? ഒരു ബിൽഡിംഗ് ബ്ലോക്കാണ്. ആ ബിൽഡിംഗ് ബ്ലോക്കിനകത്തോട്ട് കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ, ഇമോഷണൽ മാനേജ്മെൻറ്റ്, ഈ സംഭവങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി കൊണ്ടുവരണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതെല്ലാം കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആ പ്രോപ്പറായിട്ടുള്ള കണ്ടക്സ്റ്റിൽ മാർക്കറ്റിനെ മനസ്സിലാക്കിയിട്ട് അതിനൊപ്പം ട്രേഡ് ചെയ്യുമ്പോഴേ നമുക്ക് അതിലേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് വെരി വെരി ഡിഫിക്കൽട്ടാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് യു ആർ നോട്ട് ലേണിംഗ്, മനസ്സിലായി? നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് പുതിയതായിട്ട് ആരെങ്കിലും ചാനലിൽ വന്ന് ഒരു വീഡിയോ കണ്ടേച്ച് അതിന് കമൻറ്റുമായിട്ട് വരുന്നവരെ സംബന്ധിച്ചാണ് ഇതെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. യു ആർ നോട്ട് ലേണിംഗ് വാട്ട് ഈസ് മാർക്കറ്റ്. ഞാൻ പറയുന്നത്, ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ മുഴുവൻ മനസ്സിലാക്കി എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ട് ബിസിനസ്സിനെ എങ്ങനെ നമ്മൾക്ക് നമ്മുടേതാക്കി ഒരു എഡ്ജ് ഉണ്ടാക്കി ചെറിയൊരു വരുമാനം നമുക്ക് ഇതിനകത്ത് നിന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുമ്പം നിങ്ങളത് ശ്രദ്ധിക്കണം, ഓരോരുത്തരും ശ്രദ്ധിക്കണം. എന്താണ് ഈ പറയുന്നത്? ഏത് കോഴ്സ് നിങ്ങൾ പഠിച്ചോ, നോ പ്രോബ്ലം. ഞാൻ പറയുന്നത് ഈ കോഴ്സ് മാത്രമല്ല, ഈ കോഴ്സും പഠിക്കണം, അടുത്ത ഇതും പഠിക്കണം. പക്ഷേ സ്ട്രാറ്റജി ടു സ്ട്രാറ്റജി ഷിഫ്റ്റ് ചെയ്ത് പോരുത് ഒരിക്കലും. ഫോക്കസ് ഓൺ ബിൽഡിംഗ് അപ്പ് വൺ തിങ്, ഫോക്കസ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ തിങ് എഗെയിൻ ആൻഡ് എഗെയിൻ.
അതാണ് നമുക്ക് വേണ്ടത്. ഇന്നൊരു സ്ട്രാറ്റജി, നാളെ വേറൊരു സ്ട്രാറ്റജി, അങ്ങനെയല്ല. ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൺസെപ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു സ്ട്രാറ്റജി, നാളെ ഒരു സ്ട്രാറ്റജി, അങ്ങനെയില്ല. വേറെ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ഇപ്പോഴത്തെ ഈ 2.2 എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ലിറ്റിൽ സോങ് വഴി നമുക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ? ഒരു സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ് മാർക്കറ്റ് സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ, തേർഡ് സ്റ്റെപ്പ് സ്കാൽപ്പിംഗ് സീരീസിൽ ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ, പറഞ്ഞ രീതിയിൽ മാർക്കറ്റ് ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോൾ നോക്കാൻ പറ്റും. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുമ്പം ഇവിടെ ഫ്ലിപ്പ് സോൺ ക്രിയേറ്റ് ചെയ്തു, ബട്ട് ഇറ്റ് ഫെയിൽഡ്. അപ്പോൾ നമ്മളത് ഫെയിൽ ആകുന്നുണ്ടോ ഇല്ലയോ എന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കണം. അതിനുശേഷമാണ് നമ്മൾ എൻട്രിയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. മനസ്സിലായി? അങ്ങനെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ മാർക്കറ്റിനൊപ്പം നമ്മൾ സഞ്ചരിക്കണം. ഇമോഷൻ ഇല്ലാതെ സഞ്ചരിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇമോഷൻ ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റിൻ്റെ ഒപ്പം ഒരു റിട്ടേണും കിട്ടാതെ കുറച്ച് ദിവസം ഇരുന്ന് നോക്കുക. കുറച്ച് ദിവസം വളരെ പേഷ്യൻസോട് കൂടി ഇരുന്ന് പ്രൈസ് ആക്ഷൻ എന്താണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഈ ലെസൺസ് എല്ലാം കണ്ടതിന് ശേഷം നോട്ട്സ് എല്ലാം ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഒരു മാസം നിങ്ങൾ മാർക്കറ്റിൻ്റെ ഒപ്പം സഞ്ചരിച്ച് നോക്കുക. യു വിൽ ഫീൽ ദ ഡിഫറൻസ്. 100% എനിക്ക് പറയാൻ പറ്റും. ബിക്കോസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഞാൻ ലൈവ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ എക്സ്പെർട്ടൈസ് അത്രയും പെർഫെക്ഷനോട് കൂടി നിങ്ങൾക്ക് കിട്ടിയെന്ന് വരത്തില്ല. നിങ്ങൾക്കത് ഇമ്മീഡിയറ്റ്ലി കിട്ടണം എന്നുള്ള ആ ഒരു വ്യഗ്രത ഉണ്ടല്ലോ, ആ ഒരു വ്യഗ്രത ഇറ്റ് ഈസ് കോൾഡ് പാഷൻ. പക്ഷേ ആ പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഷുഡ് ബി ബിഹൈൻഡ് ദിസ് ഫോർ സം ടൈം. എങ്കിൽ മാത്രമേ നമുക്കത് ബിൽഡപ്പ് ചെയ്ത് ആ ഒരു എന്താ പറയുന്നത് നമ്മുടെ ആ എക്സ്പെർട്ടൈസ് നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് ആ വഴി കാണിച്ചു തരാൻ പറ്റും. ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെ മക്കളെ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യൂ, ഈ വഴി കൂടെ പോകൂ, ഇങ്ങനത്തെ രീതിയിൽ മാർക്കറ്റിനെ നോക്കൂ. അതിൻ്റെ വേറൊരു മെത്തഡോളജിയാണിത്, സ്കാൽപ്പിംഗ് എൻട്രി ടെക്നിക് 2.2 സീക്വൻഷ്യൽ റിവേഴ്സ് ഓർഡർ ഫ്ലോ. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാർക്കറ്റിലുണ്ട്. നമ്മൾ അങ്ങനെ നോക്കുമ്പോഴാണ് ഇവിടെ ഒരു കണ്ടക്ച്വൽ റെഫറൻസ് മാർക്കറ്റിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് വന്നിരിക്കുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നോക്കുന്നത്. ഇപ്പോൾ സ്കാൽപ്പിങ്ങിൻ്റെ ഓപ്പർച്യൂണിറ്റി തീർന്നു, യൂസ് ഇറ്റ് ക്വയറ്റ്ലി. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വർത്തമാനം ഇങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. കമൻറ്റ്സ് എഴുതാൻ മറക്കരുത്. കമൻറ്റ്സാണ് എൻ്റെ ഊർജ്ജം. എൻ്റെ ഒപ്പം ഇത്രയും നേരം ഈ ലെക്ചർ കേട്ട് വളരെ പേഷ്യൻസോടെ ഇരുന്ന്, ബിക്കോസ് യു ആർ ലേണിംഗ് സംതിങ്. മനസ്സിലായി? നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ട ഒരു കാര്യം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ടും കോൺസ്റ്റൻ്റ് ആയിട്ടും ലാസ്റ്റ് മിനിറ്റ് വരെ നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. സി യു ഇൻ അനദർ വീഡിയോ.